ഗണേഷ് കുമാർ ചാണ്ടി ഉമ്മൻ പോര് വലിയ രീതിയിലുള്ള കോലിളക്കങ്ങൾക്കാണ് രാഷ്ട്രീയ കേരളത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വിഷയവുമായി നമ്മളോടൊപ്പം സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളിയാണ്. വക്കീലെ, കഴിഞ്ഞ ദിവസമായിരുന്നു ചാണ്ടി ഉമ്മൻ ഇത്തരത്തിൽ ഗണേഷ് കുമാർ തന്റെ പിതാവായിട്ടുള്ള അല്ലെങ്കിൽ മരണപ്പെട്ടുപോയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പിന്നിൽ നിന്ന് കുത്തിയതുമായി ബന്ധപ്പെട്ട് ആ ഒരു സമയത്ത് നടന്നിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അതിന് ഒരു മറുപടി എന്നോണം പ്രതികരണവുമായി ഗണേഷ് കുമാർ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഗണേഷ് കുമാർ ഇത്തരത്തിൽ ഉമ്മൻചാണ്ടിയെ വലിയ രീതിയിൽ മോശമായി അല്ലെങ്കിൽ അവാസ്തവം പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു നിലയിലേക്കാണ് പിന്നീട് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വം ഒട്ടാകെ തന്നെ ഗണേഷ് കുമാറിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി ആണോ അതോ ഗണേഷ് കുമാർ ആണോ സത്യസന്ധൻ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയേക്കാൾ സത്യസന്ധനായിട്ടുള്ളത്, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയേക്കാൾ സത്യസന്ധനാണോ ഗണേഷ് കുമാർ? അല്ല ഹർഷം, നോക്കൂ, ഗണേഷ് കുമാറിന്റെ ആരോപണങ്ങൾക്കൊക്കെ മറുപടി പറയാതിരിക്കുന്നതാണ് നല്ലത്. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന് മേൽ വന്നു പതിച്ച ഏറ്റവും വലിയ ആരോപണം തന്നെ ഉണ്ടാവാൻ കാരണം ഗണേഷ് കുമാറും അദ്ദേഹത്തിന്റെ കുടുംബത്തിലുണ്ടായ ചില പ്രശ്നങ്ങളുമാണ്. കുടുംബത്തിലുണ്ടായ പ്രശ്നം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ യാമിനി തങ്കച്ചി നേരിട്ട് വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയാം. അപ്പൊ ഗണേഷ് കുമാറിന് വഴിവിട്ടൊരു ബന്ധമുണ്ട് എന്നും അതൊരു സ്ത്രീയുമായി ബന്ധപ്പെട്ടാണ് എന്നും ഒക്കെ യാമിനി തങ്കച്ചി അന്ന് പറഞ്ഞിരുന്നതാണ്. അതേ പിൻപറ്റിയാണ് പിന്നീട് PC ജോർജിനെ പോലുള്ള കേരള രാഷ്ട്രീയത്തിലെ മാലിന്യങ്ങൾ മറ്റു പല ആരോപണങ്ങളുമായി വരുന്നതും ഒക്കെ. അപ്പോൾ ഉമ്മൻചാണ്ടിയെ പറ്റി ഒരു വാക്കു പറയാൻ പോലും, ഉമ്മൻചാണ്ടി എന്ന പദം ഉച്ചരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത, അത്രമാത്രം കറ പുരണ്ട ഒരു നാവാണ് ഗണേഷ് കുമാറിൻ്റെത്. അപ്പം കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടം, അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, രാഹുൽ മാങ്കൂട്ടത്തോട് രാജിവെക്കണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെടണമെന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞത്. പക്ഷെ നോക്കൂ, സമാനമായ ആരോപണമുണ്ടായ സമയത്ത്, ഇതേ രീതിയിലുള്ള ആരോപണമുണ്ടായ സമയത്ത് സ്വന്തം പിതാവ് പറഞ്ഞിട്ട് പോലും കേരള രാഷ്ട്രീയത്തിലെ അതികായൻ ആയ ബാലകൃഷ്ണപിള്ള സാർ പറഞ്ഞിട്ട് പോലും രാജിവെക്കാതെ അതിൽ കടിച്ചു തൂങ്ങിയ ആളാണ് ഗണേഷ് കുമാർ. നമുക്കറിയാം. അതായത് രാഷ്ട്രീയ ധാർമ്മികത തൊട്ട് നീണ്ടിയിട്ടില്ലാത്ത ഒരാളാണ് ഗണേഷ് കുമാർ എന്നതിൽ യാതൊരു സംശയവും നമുക്ക് വേണ്ട. ബാലകൃഷ്ണപിള്ള സാർ ജീവനോടെ ഉള്ള സമയത്ത് ആ പാർട്ടിയെ പിളർത്താൻ നോക്കുകയും അങ്ങനെ സ്വന്തം പിതാവിന്റെ അടക്കം ശാപം തലയ്ക്ക് മുകളിൽ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരാളാണ് ഗണേഷ് കുമാർ എന്ന് നമുക്ക് വ്യക്തമായി അറിയാം. അയാളാണ് ഇന്ന് യാതൊരു രാഷ്ട്രീയ നൈർമല്യതയുമില്ലാത്ത തന്റെ നാക്കുകൊണ്ട്, ഉളുപ്പ് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത നാക്കുകൊണ്ട് ഉമ്മൻചാണ്ടി സാറിനെ പറ്റി പറയാൻ വരുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ആരോപണം മുമ്പില്ലാത്തിരുന്നത്? അദ്ദേഹം പാർട്ടി വിട്ടുപോയ സമയത്ത്, അല്ലെങ്കിൽ മുന്നണി വിട്ടുപോയ സമയത്ത് പോലും അദ്ദേഹം ഉമ്മൻചാണ്ടി സാറിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചില്ലല്ലോ. പക്ഷെ ഗണേഷ് കുമാറിനെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഉമ്മൻചാണ്ടി സാറിനെ വലിച്ചിഴയ്ക്കുന്നു എന്ന് പറയുന്നത് അക്സെപ്റ്റബിൾ അല്ല, അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഗണേഷ് കുമാറിനെ നമ്മൾക്ക് 2-3 കാര്യങ്ങളിൽ കൂട്ടിക്കെട്ടേണ്ടതും സംസാരിക്കേണ്ടതായും വരും. ഒന്ന്, യശശരീരനായ സഹാവ് VS അച്യുതാനന്ദൻ, അദ്ദേഹത്തെ കോൺഗ്രസ്സുകാരും ഏതെങ്കിലും ഒരു വാക്കുപയോഗിച്ച് അധിക്ഷേപിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഹർഷം, നോക്കൂ, അച്യുതാനന്ദൻ കോൺഗ്രസ് നേതാക്കളെ പലരെയും അധിക്ഷേപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ശൈലി അങ്ങനെയാണ് എന്നൊക്കെ CPM അവകാശപ്പെടാറുമുണ്ട്. എന്നാൽ തിരിച്ചങ്ങനെ അധിക്ഷേപകരമായ പരാമർശങ്ങളൊന്നും അച്യുതാനന്ദനെ പറ്റി സംബന്ധിച്ച് ആര് പറഞ്ഞിട്ടില്ല? കോൺഗ്രസ് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാൽ അച്യുതാനന്ദൻ ഒരു ഞരമ്പ് രോഗിയാണ് എന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞത്. അദ്ദേഹത്തിന് ഞരമ്പിന്റെ അസുഖമാണ് എന്ന്. എന്നിട്ട് അതേ ഗണേഷ് കുമാറിനെ കൈയടിച്ച് സ്വീകരിച്ച് ആനയിച്ച് LDFിൽ കൊണ്ടുപോയി മന്ത്രിയാക്കി വാഴിച്ച് പൂവിട്ട് പൂജിച്ച് ആഘോഷിക്കുകയാണ് ഇടത് നേതാക്കൾ. നോക്കൂ, ഉമ്മൻചാണ്ടി സാറിനെ പറ്റി ഇന്ന് ഗണേഷ് കുമാർ മുമ്പോട്ട് വെച്ച അടിസ്ഥാനരഹിതമായ ആരോപണത്തിന് ഉത്തരം പറയാൻ മുഖ്യമന്ത്രിക്ക് കൂടി ബാധ്യതയുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ സഹമന്ത്രിയായിരിക്കുന്ന ഒരാൾ ശ്രീപീഡനമടക്കം സ്വന്തം മുൻ ഭാര്യയിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നുമൊക്കെ വലിയ അധിക്ഷേപങ്ങൾ, പരാമർശങ്ങൾ കേട്ടിട്ടുള്ള ഒരു മന്ത്രി സഹാവ് പിണറായി വിജയന്റെ തൊട്ട് മുൻതലമുറക്കാരനായ സഹാവ് VS അച്യുതാനന്ദനെ ഞരമ്പ് രോഗി എന്ന് വിളിച്ച ഒരാളെ VSനോടുള്ള പക തീർക്കാൻ വേണ്ടിയാണോ ആ മന്ത്രിസഭയിൽ കൊണ്ടുപോയി ഇരുത്തിയത്? ആ മന്ത്രിസഭയിൽ ഇപ്പോഴും ആനയിച്ചിരുത്തി പൂവിട്ട് പൂജിച്ച് വാഴിക്കുന്നത് എന്നത് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ഗ്രൂപ്പും പറയേണ്ടതാണ്. നോക്കൂ, അച്യുതാനന്ദൻ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെയാണ് അച്യുതാനന്ദനെ ഞരമ്പ് രോഗി എന്ന് വിളിച്ച ഒരാളെ കൊണ്ടുപോയി LDF മന്ത്രിസഭയിൽ മന്ത്രിയാക്കിയത്. യാതൊരു വകയ്ക്കും കൊള്ളയില്ലാത്തവൻ എന്ന് അച്യുതാനന്ദൻ തന്നെ സർട്ടിഫൈ ചെയ്ത, കേരള രാഷ്ട്രീയം മുടിപ്പിക്കാൻ വേണ്ടി ഉണ്ടായ പുത്രൻ എന്ന്, കുടുംബത്തിൽ കലക്കാൻ ഉണ്ടായ പുത്രൻ എന്ന കണക്കിന്
സ്വന്തം പിതാവ് KB ബാലകൃഷ്ണപിള്ള സാർ തന്നെ പലപ്പോഴും പറയാതെ പറഞ്ഞ ഒരാളെ എന്തിനാണ് ഇന്നും ആ മന്ത്രിസഭയിൽ കൊണ്ടുപോയി വാഴിക്കുന്നത് എന്ന് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ടീമും ഉത്തരം പറയേണ്ടത്. പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടുത്തൊരു കാര്യം, ഇപ്പോൾ ഗണേഷ് കുമാറിനെ പോലെ ആർക്കെങ്കിലുമൊക്കെ വന്ന് കൊട്ടിയിട്ട് പോകാനുള്ള ചെണ്ടയല്ല ഉമ്മൻചാണ്ടി സാറെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത് നല്ലതാണ്. പരിധി വിട്ട പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ കൈയും കെട്ടി നോക്കി നിൽക്കുമെന്ന് വിചാരിക്കരുത്. അതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാൻ കോൺഗ്രസിന് അറിയാം. എന്തുകൊണ്ടാണ് ഗണേഷ് കുമാർ ഇപ്പോൾ ഇങ്ങനെ പരിധി വിട്ട് ലക്കിൽ ലഗാനും ഇല്ലാതെ സംസാരിക്കുന്നത്? അതിന്റെ പിന്നിലെ കാരണം ഒന്ന് മാത്രമാണ്, പത്തനാപുരത്ത് അദ്ദേഹത്തിന്റെ തോൽവി മണത്തിരിക്കുന്നു. UDF സ്ഥാനാർത്ഥി ആരായാലും അവിടെ ഒരു പൊളിറ്റിക്കൽ സക്സസ്, ഒരു രാഷ്ട്രീയ വിജയം അത് UDF അനുകൂലമായി ഉണ്ടാകുമെന്ന ബോധ്യം ഗണേഷ് കുമാറിനെ ആവേശിച്ചത് കൊണ്ടാണ് ഇപ്പോൾ മുന്നണി വിട്ടു പോകുമ്പോൾ, സാധാരണ നമ്മൾ മുന്നണി വിട്ടു പോകുമ്പോൾ ഇപ്പുറത്തെ മുന്നണിയിലുള്ളവരുടെ എല്ലാം കുറ്റം പറയും, അവരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പറയും, ഇതൊക്കെ നേതാക്കൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ള. UDF വിട്ടു പോയപ്പോൾ പോലും പറയാനില്ലാതിരുന്ന ആരോപണം, അത് ചാണ്ടി ഉമ്മൻ അവിടെ പോയി സംസാരിച്ച് അവിടെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചാടി ഇറങ്ങി യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ബേസ്ലെസ് ആയ ആർഗ്യുമെന്റ്സ്, ലക്കും ലഗാനുമില്ലാതെ നാക്കിന് ബെല്ലും ബ്രേക്കും ഇല്ലാതെ വിളിച്ചു പറയാൻ വേണ്ടി ഗണേഷ് കുമാർ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം പത്തനാപുരത്ത് അദ്ദേഹം തോൽക്കാൻ പോകുന്നു എന്ന കൃത്യമായ മെസ്സേജ് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കുമുണ്ട്. രാഷ്ട്രീയപരമായ വലിയ പരാജയത്തിലേക്ക് പത്തനാപുരത്ത് ഗണേഷ് കുമാറും അദ്ദേഹത്തിന്റെ പാർട്ടിയും പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നോക്കൂ, മന്ത്രിസഭ 2.5 വർഷം കഴിയുമ്പോൾ മന്ത്രിസ്ഥാനത്തേക്ക് പിണറായി വിജയൻ കൊണ്ടുവരുമോ എന്ന സംശയത്തിന് ഏതാണ്ട് 1 മാസത്തെ ഗ്യാപ്പ് ഉണ്ടായപ്പോൾ UDF വരാൻ ശ്രമിച്ച ആളാണ് ഗണേഷ് കുമാർ. അതിന് UDF വാതിക്കൽ വന്ന് പലപ്പോഴും മുട്ടിയ ആളാണ്. പക്ഷെ എന്നാൽ കോൺഗ്രസ് നേതൃത്വം വളരെ കൃത്യമായൊരു നിലപാട് സ്വീകരിച്ചു. തോന്നുമ്പോൾ വന്ന് കയറാനുള്ള വഴിയമ്പലമല്ല UDF എന്ന് അദ്ദേഹത്തോട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ആ പക അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. അതിൽ ഉമ്മൻചാണ്ടി സാറിനും ബഹുമാനപ്പെട്ട KC വേണുഗോപാൽ അടക്കുന്ന, VD സതീശൻ അടങ്ങുന്ന, രമേശ് ചെന്നിത്തല അടങ്ങുന്ന കോൺഗ്രസിന്റെ കൃത്യമായ സ്റ്റാൻഡ് എടുത്ത ലീഡർഷിപ്പിന് വലിയ പങ്കുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു പക മനസ്സിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത്. ജനം ഇത്തരക്കാരെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വാരിക്കൂട്ടി വേസ്റ്റ് ബിന്നിൽ ഇടും എന്നതിൽ സംശയം വേണ്ട. ആദ്യം തോൽക്കാൻ പോകുന്നു 140 സീറ്റിൽ ആദ്യം തോൽക്കാൻ പോകുന്ന ഒരു 10 സീറ്റ് എടുത്താൽ അതിലൊന്ന് പത്തനാപുരമായിരിക്കും എന്നതിൽ സംശയമില്ല. കാരണം പൊളിറ്റിക്കൽ മൊറാലിറ്റി ഇല്ലാത്ത ഒരാൾക്ക്, രാഷ്ട്രീയ ധാർമ്മികത ഇല്ലാത്ത ഒരാൾക്ക് ഈ തവണ വോട്ട് ചെയ്യില്ല എന്ന് അവിടുത്തെ ജനം തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സാധാരണ അങ്ങനെ ഒരു ആരോപണത്തിന് ചാടി ഇറങ്ങി പെട്ടെന്ന് പ്രക്ഷുബ്ധനായി ഉത്തരം പറയുന്ന ഗണേഷ് കുമാറിനെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഈ വിഷയത്തിൽ അതുണ്ടായി. യാതൊരു മുന്നൊരുക്കവും ഇല്ലാതെ, ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ വായി തോന്നിയത് വിളിച്ചു പറയാൻ വേണ്ടി ഗണേഷ് കുമാർ വന്നിട്ടുണ്ടെങ്കിൽ അത് പത്തനാപുരത്ത് തോൽവി മണത്തിരിക്കുന്നത് കൊണ്ടാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ തോറ്റുപോകുമെന്ന് കൃത്യമായി അദ്ദേഹത്തിന് മനസ്സിലായത് കൊണ്ടാണ്. അതിൻ്റെ പുറത്തുള്ള വെകിളിയാണ്, അതിൻ്റെ പുറത്ത് നടത്തുന്ന ഒരു എന്താണ് പറയുന്നത്, വാവിട്ട വാക്കാണ്, അല്ലെങ്കിൽ വാ പോയ കോടാലിയുടെ കൊണ്ടുള്ള കീറലാണ് ഗണേഷ് കുമാറിന്റെ വാക്ക് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ എന്നുള്ളതാണ് യാഥാർത്ഥ്യം.